കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വണ്ടി ഓടിക്കണം, റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ ഓടിക്കണം എന്നൊക്കെ. അതുകൊണ്ടാണ് നോക്കാൻ പോയത്. പക്ഷേങ്കിൽ എൻ്റെ അമ്മ മാത്രം പെർമിഷൻ തരുന്നില്ല ഒരു തരത്തിൽ. വേണ്ട, അതൊന്നും ഓടിക്കണ്ട, നിനക്കിപ്പോൾ ഒരു വണ്ടി ഉണ്ടല്ലോ അത് ഓടിച്ചാൽ മതി, പിന്നെന്താ അതൊക്കെ ആമ്പിള്ളേർ ഓടിക്കുന്നതല്ലേ, ഇങ്ങനെയൊക്കെയാണ് പഴയ ആൾക്കാരുടെ ചിന്താഗതി. ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ, വാങ്ങുന്ന വരെയുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പെർമിഷൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെന്താ എൻ്റെ ടാറ്റൂവിൻ്റെ കാര്യം ചോദിച്ചില്ലേ, അതിപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ള് കാണിച്ചാൽ എന്നെ യൂട്യൂബിലുള്ളവരെല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കും അല്ലേ. ഞാൻ എൻ്റെ പരമാവധി ഞാൻ മോഡേൺ ഡ്രസ്സുകൾ ഇടുന്ന കൂട്ടത്തിലാണ്. അത് തന്നെ ഒരുപാട് കുറച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. എന്തോ എടുത്തോ. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ പിന്നെ എല്ലാവരും കൂടെ എന്നെ തെറി വിളിക്കും. പിന്നെ അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ഷോ ഉണ്ടാവലുണ്ട്. അടുത്ത മാസം ഫെബ്രുവരി 4-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഷോ ഉണ്ടാവും. ടൈം ഞാൻ പറയാം. എൻ്റെ ഫാഷൻ ഷോ ഉണ്ട്. ഇതുവരെ ടൈം പറഞ്ഞു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കോസ്റ്റ്യൂം എന്താണെന്നറിയില്ല. ചടുത്തുള്ളി വരണ്ട, ആ കോസ്റ്റ്യൂമാണെന്ന് വിചാരിച്ചിട്ട്, ടാറ്റു ആണെന്ന കോസ്റ്റ്യൂം അതിനനുസരിച്ച് ചടുത്തുള്ളി എന്ന് വരണ്ട, ഏത് കോസ്റ്റ്യൂമാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ കോസ്റ്റ്യൂം ഞാൻ തന്നെയായിരിക്കും ഇറക്കുന്നത്, അവരായിരിക്കില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കോസ്റ്റ്യൂം ഞാൻ തന്നെ ഇറക്കിക്കോളാം, നിങ്ങൾ മോഡൽ പറഞ്ഞാൽ മതി, ഓക്കെ. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അവർ പറയുമായിരിക്കും ഏത് കോസ്റ്റ്യൂമെന്ന്, അവർ പറയും. ഞാൻ പഠിച്ചതുകൊണ്ട് ഞാനൊരു സജഷൻ അവരോടും പറയും, കാരണം അവരുടെ കൊറിയോഗ്രാഫർ എന്താ തരുന്നതെന്ന് അറിയില്ല. ഒരു കൊറിയോഗ്രാഫർ ആയാലോ എന്ന് ചിന്തിക്കായില്ല. ഇന്നിപ്പോൾ അവരുടെ കൊറിയോഗ്രാഫർ എൻ്റെ ബ്രദറാണ്. ആൾക്ക് എന്നെ അറിയില്ല, എനിക്ക് ആളെ അറിയില്ല. ഇന്നിപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ കുടുംബത്തിൽ തന്നെ ചെക്കനാണ് കൊറിയോഗ്രാഫർ. ഇതുവരെ ഞാൻ അറിഞ്ഞു, പക്ഷെ അവൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ വരുന്നവർക്കെല്ലാം അവിടെ വരാം. പിന്നെ എൻ്റെ ഒരുപാട് ബന്ധുക്കൾക്ക് എനിക്ക് യൂട്യൂബ് ചാനലുള്ളത് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. വീടിന് ചുറ്റുവട്ടത്തും ആർക്കും അറിയില്ല. വീടിന് ചുറ്റുന്ന കുറച്ച് ദൂരേക്ക് മാറിയിട്ട് ആകെ 2 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. അവർ അതിൽ ഒരാൾ ഇന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ക്യാപ്ഷനൊക്കെ ഇടണം, ഒരു വീഡിയോ ഇടുമ്പോൾ നീ ക്യാപ്ഷനും ഇല്ല, നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഫുള്ള് ബിസി ആയതുകൊണ്ട്, ഫുള്ള് റീൽസ് ഇടുന്നതുകൊണ്ടാണ് അതൊന്നും ഇടാത്തതെന്ന് പറഞ്ഞു. ശരിയാ, ക്യാപ്ഷനൊന്നും ഇടാറില്ല. ഞാനങ്ങ് വീഡിയോ എടുക്കാൻ അങ്ങ് പോസ്റ്റ് ചെയ്യില്ല. വ്യൂസ് ഒരുപാട് കുറേ പേര് കാണുന്നുണ്ട്. പിന്നെ എന്താണ് നീ പറഞ്ഞത്, നിനക്ക് ടാറ്റു കാണണമെന്നാ? അത് ഞാൻ നല്ലോണം സ്ലിം ആവട്ടെ. ഇപ്പോൾ എൻ്റെ ആളിലെ വയറല്ലേ, എൻ്റെ വയറിനൊക്കെ നല്ല അടിപൊളി ഭംഗിയൊക്കെ വരട്ടെ. അപ്പോൾ അത് കാണുന്നതിനൊരു ഭംഗി ഉണ്ടാവും. ഇപ്പം എൻ്റെ വയറിൽ എനിക്ക് തന്നെ കാണാൻ വേണ്ടി ഞാൻ ടാറ്റു അടിച്ചതാണ്. എനിക്ക് തന്നെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അടിച്ചതാണ്. എൻ്റെ അലിലെ വയറ് കണ്ടാൽ ഒരുപാട് കമൻസ് വരും. അല്ലെങ്കിൽ തന്നെ ഏതൊക്കെയോ 1-2 എനിക്ക് കമൻസ് ഉണ്ട്. എന്നാൽ പിന്നെ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വണ്ടി ഞാനത് പറയാനാവട്ടെ. വണ്ടി എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? ഞാൻ എടുത്തിട്ടൊന്നുമില്ല, നോക്കി എൻ്റെ ഇഷ്ടം വണ്ടിയിലേക്ക് കയറി ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്ത് ഇങ്ങ് പോകുന്നു. നോക്കാൻ വേണ്ടി പോയതാണ്. നോക്കുന്നതിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. റെഡും ഉണ്ടായിരുന്നു, ബ്ലൂവും ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്തില്ല.
കാരണം ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ഭക്ഷണം ഒരു ബർഗർ കഴിക്കാൻ കയറിയതാണ്. ചോറും ഒന്നും എൻ്റെ വായിൽ കൂടെ ഇറങ്ങൂല, ബിരിയാണി ഒന്നും ഇറങ്ങൂല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വണ്ടി നോക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വിശക്കുന്നു. ഇന്ന് 3 കോഫി കുടിച്ചു, അതിൻ്റെ പുറത്താണ് നിൽക്കണേ. 3 കോഫി കുടിച്ചു. രാവിലെ ഒരു ചക്കേൻ്റെ ഒരു ചക്ക ചിപ്സ് കഴിച്ചു. ഇതാണ് ഇന്നത്തെ ഭക്ഷണം. വണ്ടി എങ്ങനെയുണ്ടെന്ന് പറയണം. നല്ലതാണെങ്കിൽ അതിന് കമൻറ്റ് ഇടണം. 100ൻ്റെ 350 ആണ് അവർ പറയുന്നത്. 214. പിന്നെ ഫുള്ള് അവരുടെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അത് 20 വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 220, 230, 234 വരും എന്ന് തോന്നുന്നു. പിന്നെ 5 കൊല്ലത്തെ വാറണ്ടിയുണ്ട്. നമ്മളിവിടെ നിലത്തിട്ട് കഴിഞ്ഞാൽ വാറണ്ടിയൊന്നുമില്ല ഫുൾ ബോഡിക്ക്. അല്ലെങ്കിൽ സ്ക്രാച്ചൊക്കെ അവർ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫെയ്ഡായി കഴിഞ്ഞാൽ. പിന്നെ ഒന്ന് കമൻറ്റ്സ് പറയണേ എങ്ങനെയുണ്ടെന്നേ.